അബ്രഹാമിന്റെ ഏകജാതനായ ഇസഹാക്കിനെ യാഗം കഴിക്കാൻ കൊണ്ടുപോകുന്നതായ ഭാഗമാണ് ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിലുള്ളത്. അപ്പോൾ അബ്രഹാമിനോട് കർത്താവ് പറഞ്ഞു, നിന്റെ ഏകജാതനായ മകനെ, നീ സ്നേഹിക്കുന്ന ഇസഹാക്കിനെ തന്നെ ഞാൻ കാണിക്കുന്ന മലയിൽ കൊണ്ടുപോയി യാഗം കഴിക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ അബ്രഹാം ഇസഹാക്കുമായിട്ട് യാഗത്തിന് വേണ്ടി പുറപ്പെടുന്ന സമയത്ത് യാത്രാമധ്യേ യാഗ സ്ഥലത്തോട് അടുത്തെത്തുമ്പോൾ ഇസഹാക്ക് അബ്രഹാമിനോട് ചോദിക്കുന്നു, തീയും വിറകുമുണ്ടൽ, എന്നാൽ ഹോമയാഗത്തിന് ആട്ടിൻകുട്ടി എവിടെ എന്ന് അവൻ ചോദിച്ചു. അത് സ്വാഭാവികമായി സാധാരണ ആരും ചോദിച്ചു പോകുന്ന ഒരു ചോദ്യമാണ്. കാരണം തീയും വിറകും എല്ലാം നമ്മൾ കൊണ്ടുപോകുന്നുണ്ട്, ഹോമയാഗത്തിനുള്ള ആട്ടിൻകുട്ടി എവിടെയെന്ന് ചോദിച്ചു. ദൈവം തനിക്ക് ഹോമയാഗത്തിന് ഒരാട്ടിൻകുട്ടിയെ നോക്കിക്കൊള്ളും, അല്ലെങ്കിൽ കരുതിക്കൊള്ളും മകനെ എന്ന് അബ്രഹാം പറഞ്ഞു. അങ്ങനെ ഇരുവരും ഒന്നിച്ചു നടന്നു. അതാണ് അബ്രഹാമിന്റെ വിശ്വാസം. ദൈവം നമുക്ക് ഹോമയാഗത്തിനുള്ള ആട്ടിൻകുട്ടിയെ ഹല്ലേലൂയ എന്ത് ചെയ്യും? കരുതിക്കൊള്ളും, നോക്കിക്കൊള്ളും. പരിശുദ്ധാത്മാവിൽ നമുക്ക് പറയാനുള്ള ആലോചന ഇതാണ്: നിങ്ങൾക്ക് വേണ്ടുന്നത് എന്താണോ അത് കർത്താവ് നോക്കിക്കൊള്ളും, കർത്താവ് കരുതിക്കൊള്ളും. നമ്മളും ഇങ്ങനെ വിശ്വാസത്തിന്റെ വാക്കുകൾ പറയാൻ പഠിക്കണം. അബ്രഹാം ആക്ച്വലി ഈ ഇസ്ഹാക്കിനെ യാഗം കഴിക്കാൻ വേണ്ടിയാണ് പോകുന്നത്. പക്ഷെ അബ്രഹാം അവിടെ പറഞ്ഞ പദം ഇതാണ്: ഹോമയാഗത്തിനുള്ള ആട്ടിൻകുട്ടിയെ കർത്താവ് നോക്കിക്കൊള്ളും. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ ആണെങ്കിലോ നമ്മുടെ ജീവിതത്തിന്റെ പ്രയാസങ്ങളുടെ നടുവിൽ അബ്രഹാമിന്റെ മനസ്സിൽ ഒരുപക്ഷെ പ്രയാസം കാണാം, ഒരുപക്ഷെ ടെൻഷൻ കാണാം. അയ്യോ, ഞാൻ എനിക്കുള്ള ഒരേ ഒരു മകനെയാണല്ലോ യാഗം കഴിക്കാൻ പോകുന്നത് എന്നൊരു ഭാരമൊക്കെ ഉണ്ടാകും. പക്ഷെ അബ്രഹാമിന്റെ വായിൽ നിന്ന് വാക്ക് കേട്ടോ, നമുക്ക് വേണ്ടി കർത്താവ് കരുതിക്കൊള്ളും, കർത്താവ് നമുക്ക് വേണ്ടി കരുതും. നമ്മുടെ ഈ വിഷയത്തിൽ ദൈവിക കരുതൽ നമ്മൾ കാണാൻ പോവുകയാണ്. ആമേൻ. എപ്പോൾ ആര് ചോദിച്ചാലും പറഞ്ഞു, യഹോവ കരുതും, യഹോവ ജൈറ, അവൻ കരുതുന്ന ദൈവമാണ്, അവൻ എനിക്ക് വേണ്ടി കരുതും എന്ന് പറയുവാൻ നമ്മൾ ധൈര്യത്തോടെ തയ്യാറാകണം. അപ്പോൾ അബ്രഹാം തലപൊക്കി നോക്കിയപ്പോൾ അവൻ പിന്നാമ്പുറത്ത് ഒരു ആട്ടിൻകൊറ്റൻ കൊമ്പ് കാട്ടിൽ പിടിപെട്ട് കിടക്കുന്നത് കണ്ടു. അബ്രഹാം ചെന്ന് ആട്ടിൻകൊറ്റനെ പിടിച്ച് തന്റെ മകനെ പകരം ഹോമയാഗം കഴിച്ചു. ഹോമയാഗം കഴിച്ചപ്പോൾ ആ സ്ഥലത്തിന് അബ്രഹാം പേരിട്ടു യഹോവ ഈരെ, യഹോവ കരുതുന്നവൻ. അബ്രഹാം ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അവിടെ ഒരു ആട്ടുകുട്ടി കയറി വരുമെന്നോ, അല്ലെങ്കിൽ എവിടെ നിന്ന് കയറി വരുമെന്നോ, എങ്ങനെയൊന്നും അബ്രഹാം പ്രതീക്ഷിച്ചിട്ടില്ല. അബ്രഹാമിന്റെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്ത പോലും ഉണ്ടായിട്ടില്ല. പക്ഷേ ദൈവം അബ്രഹാമിന് വേണ്ടി കരുതി. പ്രിയപ്പെട്ടവർ, ഇതുപോലെ നമ്മുടെ ജീവിതത്തിലും കർത്താവ് നമുക്ക് വേണ്ടി കരുതുന്ന ദൈവമാണ്. അമ്മൻ, അതൊന്ന് വിശ്വസിക്കണം നമ്മളെല്ലാവരും. കർത്താവ് നമുക്ക് വേണ്ടി എന്ത് ചെയ്യും? കരുതുന്ന ദൈവമാണ്. അമ്മൻ, അബ്രഹാമിന് ഒരു ഐഡിയയുമില്ല ഈ ആട്ടുകുട്ടി എവിടെ നിന്ന് വന്നെന്ന്. അമ്മൻ, അതുപോലെ നമ്മുടെ ജീവിതത്തിലും നമ്മൾ ചിന്തിക്കാത്തടത്തുനിന്നായിരിക്കും കർത്താവ് നമുക്ക് വേണ്ടി പ്രൊവിഷൻസ് ഒരുക്കുന്നത്. നമ്മൾ ചിന്തിക്കാത്തടത്തുനിന്നായിരിക്കും ഹല്ലേലൂയ ദൈവിക കരുതലുകൾ വരുന്നത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ കർത്താവിൽ ട്രസ്റ്റ് ചെയ്യണം. ഹല്ലേലൂയ എന്നിട്ട് ഡിക്ലെയർ ചെയ്യണം, കർത്താവാണ് എന്റെ പ്രൊവൈഡർ. എവിടെ നിന്ന് വരുമെന്ന് ചോദിച്ചാൽ എനിക്കും അറിയത്തില്ല, ആര് സഹായിക്കുമെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. കർത്താവിന് എനിക്ക് വേണ്ടിയുള്ള കരുതൽ, എനിക്ക് വേണ്ടിയുള്ള സഹായം എവിടെ നിന്നും അയക്കാൻ മതിയായവനാണ്. ഹല്ലേലൂയ. നമുക്ക് പരിചയമില്ലാത്ത സ്ഥലത്തു നിന്നാണെങ്കിലും വരാം, നമ്മൾ ചിന്തിക്കാത്ത സ്ഥലത്തു നിന്നാണെങ്കിലും വരാം, നമ്മൾ ചോദിക്കാത്ത സ്ഥലത്തു നിന്നാണെങ്കിലും വരാം, നമ്മൾ ഒരിക്കലും ആമേൻ പ്രതീക്ഷിക്കാത്തടത്തൊന്നും കർത്താവിന് നമ്മളെ സഹായിക്കാൻ കഴിയും. ആമേൻ. മരുഭൂമിയിൽ നീരുറവ് തുറക്കുവാൻ കർത്താവിന് കഴിഞ്ഞെങ്കിൽ, പാറയ്ക്കകത്തുനിന്ന് വെള്ളം കൊടുക്കുവാൻ കർത്താവിന് കഴിഞ്ഞെങ്കിൽ, ഇന്ന് ഈ വിഷയത്തിൽ കേട്ടോണേ, നിങ്ങൾ വിചാരിക്കാത്ത സ്ഥലത്തുനിന്ന്, പ്രതീക്ഷിക്കാത്ത സ്ഥലത്തുനിന്ന്, ആമേൻ, പാറയ്ക്കകത്തുനിന്ന് വെള്ളം കിട്ടുമെന്ന് ആരെങ്കിലും പ്രതീക്ഷിച്ചോ? ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഇതുപോലെ നമ്മൾ പ്രതീക്ഷിക്കാത്തടത്തുനിന്ന് നമുക്ക് വേണ്ടിയുള്ള കരുതൽ ദൈവം ഒരുക്കും. ഒറ്റ കാര്യം, നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്ക് വിശ്വാസത്തിന്റെ ആയിരിക്കണം. എബ്രഹാം പറഞ്ഞതുപോലെ നമ്മൾ പറഞ്ഞു, യഹോവ കരുതിക്കൊള്ളും. അവൻ നമുക്കായി, നമ്മുടെ വിഷയത്തിൽ യഹോവ കരുതിക്കൊള്ളും എന്ന് പറയുമ്പോൾ പ്രതീക്ഷിക്കാത്തതുള്ള ദൈവിക അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരുവാനിട വരും. കേട്ടോ, കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ ദിവസങ്ങൾ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഇടങ്ങളിൽ നിന്ന് ദൈവിക അനുഗ്രഹങ്ങൾ നിങ്ങളെ തേടി വരുന്ന ദിവസങ്ങളായി മാറട്ടെ. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സ്ഥലത്തു നിന്ന് നിങ്ങൾക്കായി അനുഗ്രഹങ്ങൾ നിങ്ങളെ തേടി വരുന്ന ദിവസങ്ങളായി മാറട്ടെ.